ദൈവത്തിൻ്റെ മഹത്വം നിറയും വാഗ്ദാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാഗ്ദാന പേടകം, ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം. വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. ദൈവത്തിൻ്റെ ഉടമ്പടി നിറയും വാഗ്ദാനത്തിൻ പേടകം, തിരുസാന്നിധ്യം കവിഞ്ഞു നിൽക്കും വാഗ്ദാന പേടകം. വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പുതിയ നിയമത്തിലെഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം, ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാനണയാമൊരു മനമായി. പുതിയ നിയമത്തിലെഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം, ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാനണയാമൊരു മനമായി. തിരുവചനത്തിനു മാംസം നൽകിയ മാതാവല്ലോ മറിയം, ദൈവം തന്നുടെ മക്കൾക്കേകിയ വാഗ്ദാന പേടകം. വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. ദൈവത്തിൻ്റെ മഹത്വം നിറയും വാഗ്ദാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാഗ്ദാന പേടകം, ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം. വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഏറ്റവും സ്നേഹം നിറഞ്ഞ ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകർക്ക് അബുദാബി സെൻറ്റ് സ്റ്റീഫൻസ് ഇടവകയുടെ നാമത്തിൽ സ്നേഹ വന്ദനം. പ്രിയമുള്ളവരെ, ഇന്ന് ഗൾഫിൽ മാധ്യമ സുവിശേഷീകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന സെൻറ്റ് മേരീസ് മീഡിയ മിനിസ്ട്രി അവതരിപ്പിക്കുന്ന ഈ എപ്പിസോഡിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങളുടെ സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ. സെൻറ്റ് മേരീസ് മീഡിയ എന്ന് പറയുന്ന പേര് പോലെ തന്നെ ഇന്ന് ഞങ്ങൾ ഈ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്ന പരിപാടികളും പരിശുദ്ധ കന്യക മറിയാമിനെക്കുറിച്ച് ഉള്ളതാണ്. പരിശുദ്ധ കന്യക മറിയാം ലോകത്തിൽ ആരെയും പ്രത്യേകിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയല്ല. ലോകത്തുള്ള സകല ജനതയെ സംബന്ധിച്ചിടത്തോളം മറിയാമിനെക്കുറിച്ച് വ്യക്തമായ അറിവും കാഴ്ചപ്പാടും ബോധ്യവുമുണ്ട്. എന്നാൽ ഇന്ന് ചുരുക്കം ചില ആളുകളെങ്കിലും മറിയാമിനെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത് ശരിയോ? മറിയാമിൻ്റെ കന്യാകത്വം എന്ന് പറയുന്നത് ശാസ്ത്രീയമായ വിശകലനത്തിൽ ഏതെങ്കിലും രീതിയിൽ ഈ യാഥാർത്ഥ്യങ്ങളോട് നിരക്കുന്നതാണോ എന്നൊക്കെയുള്ളതായ ചില സംശയങ്ങൾ ഉയർത്തുന്നതായ ഒരു കാലഘട്ടമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ സുറിയാനി സഭ മറിയാമിന് നൽകുന്ന സ്ഥാനമെന്ന് പറയുന്നത് വളരെ വലുതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൈവാലയങ്ങൾ സ്ഥാപിതമായിരിക്കുന്നത്
പരിശുദ്ധ അമ്മയുടെ നാമത്തിലാണ്. പരിശുദ്ധ സുറിയാനി സഭയിൽ ഏറ്റവും കൂടുതൽ പെരുന്നാളുകൾ ആചരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ നാമത്തിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ണുനീരോടെ മധ്യസ്ഥത യാചിക്കുന്നതും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതും പരിശുദ്ധ കന്യകമറിയാം അമ്മയോടാണ്. ആരാണ് യുനാക്കീറിൻ്റെയും ഹന്നായുടെയും മകളായിരുന്ന മറിയാമിന് ദൈവമാതാവ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാനം കൽപ്പിച്ച് നൽകിയത്? മറിയാമിനെ കൃപ നിറഞ്ഞവളെന്ന് വിളിച്ചത് ആരാണ്? ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു സഭയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ ലോകത്തിൻ്റെ ഏതെങ്കിലും ഉന്നത ഗോപുരങ്ങളിലിരിക്കുന്ന ഉന്നതരായ ആളുകളോ ഒന്നും ആയിരുന്നില്ല. പ്രത്യുത ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനായിട്ട് ഒരിക്കൽ മറിയാമിനോട് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ, നിനക്ക് വന്ദനം, ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് മറിയാമിനോട് മറ്റൊരു ഗർഭധാരണത്തെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. നിൻ്റെ ചർച്ചക്കാരിയായ എലിശബ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. മച്ചി എന്ന് വിളിച്ചവൾക്ക് ഇത് 6-ാം മാസം. ആദ്യം തൻ്റെ ഗർഭധാരണത്തെക്കുറിച്ച് കേട്ടപ്പോൾ മറിയാമിന് വലിയ ഭയമുണ്ടായി. മറിയാം ആശ്ചര്യപ്പെട്ടു. മറിയാം ദൂതനോട് മറച്ചു വെക്കാതെ ചോദിച്ചു, എങ്ങനെയാണിത് സംഭവിക്കുക? ഇന്നുവരെയും പുരുഷനെ അറിയാത്ത ഞാൻ ഇന്ന് ഗർഭിണിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇനി എന്ത് സംഭവിക്കും? പരസ്യമായി അവിഹിത ബന്ധത്തിലൂടെ പ്രസവിക്കുന്നവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ നിയമമുള്ള ഒരു കാലഘട്ടങ്ങളിലാണ് മറിയാം ഗർഭിണിയാണ് എന്ന് ദൈവദൂതൻ വന്ന് അറിയിക്കുന്നത്. പക്ഷേ എങ്കിലും ദൂതനോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായി ദൂതൻ അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, പരിശുദ്ധാത്മാവ് നിന്നിൽ വരും, നീ ഭയപ്പെടേണ്ട. ഗബ്രിയേൽ ദൂതൻ മറിയാമിനെ സമാധാനിപ്പിക്കുകയാണ്. അതോടെ മറിയാം പറഞ്ഞു, തൻ്റെ എല്ലാ സംശയങ്ങളും മാറ്റിവെച്ചിട്ട് അവൾ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, തിരുഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഗർഭധാരണം കേട്ടത് തൻ്റെ ചർച്ചക്കാരിയായ എലിശബയുടേതാണ്. അവൾ മറ്റെല്ലാം അറിഞ്ഞിട്ട് സന്തോഷാധിക്യത്താൽ തുള്ളിച്ചാടി എലീശബയുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുകയാണ്. എലീശബയുടെ അടുക്കിലേക്ക് കടന്നു ചെന്ന് എലീശബയ്ക്ക് വന്ദനം ചൊല്ലിയപ്പോൾ എലീശബ പറയുന്നൊരു കാര്യമുണ്ട്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിൻ്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ളതായ ഭാഗ്യം എനിക്കെവിടെ നിന്ന് ഉണ്ടായി. അവളുടെ വന്ദന സ്വരം എൻ്റെ കാതുകളിൽ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ പ്രജ തുള്ളിച്ചാടി. പ്രിയമുള്ളവരെ, എത്രയോ വലിയ അത്ഭുതം! മറിയാമിനോട് നീ ഗർഭിണിയാണ് എന്നുള്ളതായ കാര്യം ഗബ്രിയേൽ ദൂതൻ അറിയിച്ചു എങ്കിൽ, മറിയാം ഗർഭിണിയാണ് എന്നുള്ളതായ കാര്യം എലീശബയെ ആരാണ് അറിയിച്ചത്? എലീശബ മറിയാമിൻ്റെ സന്നിധിയിലേക്ക് അതിനുശേഷം ആദ്യമായി കടന്നു ചെല്ലുകയാണ്. ഇവിടെയാണ് മറിയാം പറയുന്നത്, എലീശബ പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ളതായ ഭാഗ്യം എനിക്ക് ഇവിടെ നിന്ന് ഉണ്ടായി. കർത്താവിൻ്റെ അമ്മ, അതായത് ദൈവമാതാവ്. ആദ്യമായി മറിയാമിനെ ദൈവമാതാവ് എന്ന് സംബോധന ചെയ്യുന്നത് എലീശബയാണ് എന്ന് നമുക്ക് ഒരുപക്ഷെ കേൾവിയിൽ തോന്നിയേക്കാം. എന്നാൽ എലീശബയുടെ ആ സമയത്തെ അവസ്ഥ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണം. എലീശബ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായിട്ടാണ്. അതുകൊണ്ട് തന്നെ എലീശബയുടെ നാവിലൂടെ ഈ ശബ്ദം പുറത്തു വരുന്നു എന്നുള്ളതല്ലാതെ അവിടെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും എലീശബ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവൾക്കൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നില്ല. പരിശുദ്ധാത്മാവായിരുന്നു അവളിലൂടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരുന്നു എന്നുള്ളത് കൊണ്ടാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന മറിയാം ഗർഭിണിയാണ് എന്ന് മാത്രമല്ല, അവളുടെ ഉദരത്തിൽ പേറിയിരിക്കുന്നത് ദൈവപുത്രനെയാണ് എന്ന് തിരിച്ചറിയുവാനും എലീശബയ്ക്ക് കഴിഞ്ഞത്. അതുകൊണ്ടാണ് ദൈവപുത്രൻ്റെ സാമീപ്യം തൻ്റെ അടുക്കലുണ്ടായി എന്നുള്ളത് കൊണ്ടാണ് മറിയാമിൻ്റെ ഉദരത്തിൽ കിടക്കുന്നതായ പ്രജ ദൈവപുത്രനാണ് എന്നുള്ളത് കൊണ്ടാണ് എലീശബയുടെ ഉദരത്തിൽ കിടക്കുന്നതായ
ശിശു തുള്ളിച്ചാടുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ആകയാൽ പ്രിയമുള്ളവരെ, മറിയാമിനെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കൃപ നിറഞ്ഞവളെ എന്ന് വിളിക്കുന്നത് ഗബ്രിയേൽ ദൂതനാണ്. മാനുഷികമായിരുന്നില്ല ഈ രണ്ട് സംബോധനകളും. മാനുഷികമായിരുന്നില്ല അവരുടെ രണ്ടുപേരുടെയും ഗർഭധാരണം എന്ന് പറയുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ആകയാൽ പരിശുദ്ധ അമ്മയുടെ കന്യാകത്വത്തെയും പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നതിൻ്റെ ആധികാരികതയും ഒക്കെ ചോദ്യം ചെയ്യുന്നതായ ആളുകൾ ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം വായിച്ച് മനസ്സിലാക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അവരുടെ എല്ലാ സംശയങ്ങളും അവിടെ അവസാനിക്കും. പരിശുദ്ധ അമ്മയ്ക്ക് പരിശുദ്ധ സുറിയാനി സഭ നൽകുന്ന പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനപരമായ വേദഭാഗം എന്ന് പറയുന്നത് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷമാണ്. 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം മുതൽ നാം പരിശോധിക്കുമ്പോൾ, ഗബ്രിയേൽ ദൂതന് മറിയാമിനോട് കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനമെന്ന് പറയാം എങ്കിൽ ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയാമെങ്കിൽ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്ന് പറയാമെങ്കിൽ, ആ ദൂതൻ്റെ വാക്കുകളെ അനുസരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറയുന്നത് ഏത് വേദശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്കും കഴിയുന്നില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ എലീശബയ്ക്കും ഗബ്രിയേൽ ദൂതനും മറിയാമിനെക്കുറിച്ച് യാതൊരു കാര്യത്തിലും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. മറിയാമിൻ്റെ ഗർഭധാരണം കഴിഞ്ഞപ്പോൾ അവളുടെ കന്യാകത്വം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരോട് പരിശുദ്ധ പിതാക്കന്മാരെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. കുഞ്ഞാട് ഉണ്ടായ മരം, നീരുറവ് ഒഴുകിയ തീപ്പാറ, നാണയം അരുളിയ മത്സ്യം, മരിച്ചവരെ ഉയർപ്പിച്ചത്, രോഗികളെ സൗഖ്യമാക്കിയത്, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചത്, ഇതെല്ലാം ഏത് ശാസ്ത്രീയ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് കണ്ടെത്താനും അംഗീകരിക്കാനും കഴിയുന്നത്? വിശുദ്ധ വേദപുസ്തകം കൈകളിൽ ഏന്തുന്നവർ പോലും വേദപുസ്തകത്തിലെ ഏതാനും കാര്യങ്ങൾ അംഗീകരിക്കുകയും ഏതാനും കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മറിയാമിന് മുട്ടത്തോടിൻ്റെ മാത്രം സ്ഥാനം നൽകുകയും ചെയ്യുന്ന ആളുകൾ പരിശുദ്ധാത്മാവിനെയും ഗബ്രിയേൽ ദൂതനെയുമാണ് അവിടെ തള്ളിപ്പറയുന്നത് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എലീശബയിലൂടെ സംസാരിക്കുന്നത്, ഗബ്രിയേൽ ദൂതൻ നേരിട്ട് മറിയാമിനോട് സംസാരിക്കുന്നത് നാം വിശ്വസിക്കാതിരിക്കണമോ? അതോ ഇതിനെതിരെ പറയുന്ന ആളുകളുടെ വാക്കുകളെ കേട്ട് മറിയാമിൻ്റെ ദൈവത്വത്തെയും കന്യാകത്വത്തെയും നമ്മൾ നിഷേധിക്കണമോ? മോറഫ്രയം മറിയാമിൻ്റെ കന്യാകത്വത്തെക്കുറിച്ച് വളരെ നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു സ്ഫടികപാത്രത്തിലേക്ക് സൂര്യൻ്റെ രശ്മി പ്രവേശിക്കുകയും ആ സ്ഫടികപാത്രത്തിനുള്ളിലുള്ളതായ ജലത്തിന് മറ്റ് യാതൊരു മാറ്റവും വരാതെ ചൂട് രൂപമാറ്റം സംഭവിക്കുകയും ചെയ്യുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം അഭ്രയം ചോദിച്ചിട്ട് പറയുകയാണ്, സ്ഫടികപാത്രത്തിന് യാതൊരു കോട്ടവും സംഭവിക്കാതെ സൂര്യരശ്മിക്ക് ആ പാത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുമെങ്കിൽ കനികമറിയാമിൻ്റെ ഉദരത്തിലേക്ക് ദൈവപുത്രന് പ്രവേശിക്കുവാൻ ആ ഗർഭപാത്രത്തിന് യാതൊരു കോട്ടവും സംഭവിക്കേണ്ടി ഇരുന്നില്ല. അതുകൊണ്ടാണ് സഭ ആരാധനയിൽ ഇങ്ങനെ പാടുന്നത്, കർണത്താലവനെ കൈക്കൊണ്ടുദരേ പേറി ഗർഭാശയ കന്യാമുദ്രകളിന്നും നിർഗതയായി. മറിയാം തൻ്റെ മകനെ ഗർഭപാത്രത്തിലേക്ക് സ്വീകരിച്ചത് കർണത്താലാണ്, ചെവിയാലാണ്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ മാത്രയിൽ മറിയാമിൻ്റെ ഉദരത്തിൽ ശിശു രൂപപ്പെടുകയാണ്. അവിടെയാണ് കന്യാകത്വത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട മോറഫ്രേമിൻ്റെ വാക്കുകളെ മുഖവിലക്കെടുക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. പരിശുദ്ധ സഭയുടെ പ്രഭാത നമസ്കാരത്തിൽ കാണുന്നതായ ഭാഗമാണ് ഞാൻ ഉദ്ധരിച്ച അഫ്രേമിൻ്റേതായ ആ മൊഴികൾ. എത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിട്ടും പലപ്പോഴും നമ്മൾ ഇതുപോലുള്ള
വരട്ട് തത്വശാസ്ത്രങ്ങളുടെ പിന്നാലെ അന്ധരായി, ചില സമയങ്ങളിലൊക്കെ ബധിരരായി, നമ്മുടെ കണ്ണുകളും കാതുകളുമൊക്കെ അടയ്ക്കപ്പെട്ടവരായി ചില ആളുകളെങ്കിലും മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഏറെ വേദന നിറഞ്ഞ ഒരു സംഗതിയാണ്. ലോകത്തിൻ്റെ അമ്മയെ തള്ളിപ്പറഞ്ഞാൽ പിന്നെ ഈ ലോകത്തിന് നിലനിൽപ്പില്ല. മറിയാമിൻ്റെ ഉദരത്തിൽ യേശുവിനെ സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ് യേശു മനുഷ്യപുത്രനായി ഈ ഭൂമിയിലേക്ക് വന്നത്. യേശു അല്ലെങ്കിൽ ക്രിസ്തു ഈ ലോകത്തിൽ അവതരിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് അവൻ്റെ അനുയായികൾക്ക് ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി ഈ ഭൂമിയിൽ ക്രിസ്തീയ സഭ ഉടലെടുക്കുവാനിടയായത്. അതിന് കാരണക്കാരിയായി തീർന്ന മറിയാമിനെ തള്ളിക്കളയുന്ന ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അമ്മയെ തള്ളിപ്പറയുന്ന, സ്വന്തം അമ്മയുടെ മാതൃത്വത്തെ ചോദ്യം ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഹീനമായൊരു സംഗതിയായിരിക്കും മറിയാമിൻ്റെ കന്യാകത്വത്തെയും മറിയാമിനെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നതിനെയും ചോദ്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ അമ്മയെ അതിൻ്റേതായ എല്ലാ പ്രാധാന്യത്തോടും കൂടി, അമ്മയ്ക്ക് നൽകേണ്ട സകല ബഹുമാനത്തോടും കൂടി, ലോകത്തിലെല്ലാ വിശുദ്ധന്മാരെക്കാളും ശുദ്ധിമതികളെക്കാളും പ്രഥമഗണനീയമായ സ്ഥാനം നൽകി, കന്യകമാരിൽ കന്യക, ശുദ്ധിമതികളിൽ ശുദ്ധിമതി, ലോകത്തിൻ്റെ അമ്മ എന്നുള്ള നിലയിൽ പരിശുദ്ധ അമ്മയ്ക്ക് എല്ലാവിധ അർഹതയും അംഗീകാരവും പ്രാധാന്യവും നൽകി പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് പ്രാർത്ഥനകൾ നിർവഹിച്ച് ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സന്നിധിയിൽ അനുതാപത്തോടു വന്നെത്തി പ്രത്യാശ പൂർവം മധ്യസ്ഥ യാചിക്കുന്നടിയാരേ നീ കൈവിട്ടിടരുതേയമ്മേ നിന്നേകസുതൻ സന്നിധിയിൽ അടിയാരേ ഏൽപ്പിക്കണമേ ഉടയോൻ കരുണകളരുളിടും നിൻ പ്രാർത്ഥനയാൽ മാതാവേ. Joy.
ഭാഗ്യനിധി മറിയാമേ ദൈവ പ്രാണാത്മജനെ പെറ്റോളേ ഭാഗ്യനിധി വാണിജനാവാസം ചെയ്തൊരു ഭൂഷിതമാം ലൗകേ അംബരശില്പിയെ ഏറ്റേന്തി വ്രതശുദ്ധ്യാ പെറ്റോരമലേ നിസ്തുലമാം മണിമന്ദിരമേ ഭാഗ്യം തേ നിന്നിൽ ജാതം ചെയ്തോനാം നാഥൻ ധന്യൻ. നിന്നെ വീണ്ടെടുക്കുവാൻ യേശു ക്രൂശിലേറി. നിന്നെ രക്ഷിക്കുവാൻ നാഥൻ രക്തം ചിന്തി. നിന്നെ വീണ്ടെടുക്കുവാൻ യേശു ക്രൂശിലേറി. നിന്നെ രക്ഷിക്കുവാൻ നാഥൻ രക്തം ചിന്തി. നിന്നെ മോചിപ്പിക്കാൻ നിന്നെ സുഖപ്പെടുത്തുവാൻ യേശു മനുഷ്യനായി ദാസനായി ശൂന്യനായി. നിന്നെ വീണ്ടെടുക്കുവാൻ യേശു ക്രൂശിലേറി. നിന്നെ രക്ഷിക്കുവാൻ നാഥൻ രക്തം ചിന്തി. സ്നേഹനിധിയാം ജീവനാഥൻ മർത്യപാപത്തിൻ ഭാരമെല്ലാം തോളിലേറ്റി ക്രൂശിലേറി. സ്നേഹനിധിയാം ജീവനാഥൻ മർത്യപാപത്തിൻ ഭാരമെല്ലാം തോളിലേറ്റി ക്രൂശിലേറി. ക്ഷമിച്ചോതി ദയയോടെ വചനങ്ങൾ ലോകത്തിനു മാതൃകയായ അന്ത്യവചനങ്ങൾ. ക്ഷമിച്ചോതി ദയയോടെ വചനങ്ങൾ ലോകത്തിനു മാതൃകയായ അന്ത്യവചനങ്ങൾ. നിന്നെ വീണ്ടെടുക്കുവാൻ യേശു ക്രൂശിലേറി. നിന്നെ രക്ഷിക്കുവാൻ നാഥൻ രക്തം ചിന്തി.
മോചിപ്പിക്കാൻ നിന്നെ സുഖപ്പെടുത്തുവാൻ യേശു മനുഷ്യനായി ദാസനായി ശൂന്യനായി നിന്നെ വീണ്ടെടുക്കുവാൻ യേശു ക്രൂശിലേറി നിന്നെ രക്ഷിക്കുവാൻ നാഥൻ രക്തം ചിന്തി